നമസ്കാരം. ഏവർക്കും അക്ഷയ തൃതീയ ആശംസകൾ. ഇന്നു മുതൽ 12 രാശികളിൽ വരുന്ന 5 രാശിക്കാരുടെ ജീവിതം തന്നെ മാറാൻ പോവുകയാണ്. അറിയാമല്ലോ, അക്ഷയ തൃതീയ ദിവസമാണ്. അക്ഷയ തൃതീയയുടെ ഊർജം ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് 5 രാശിക്കാർക്കാണ്. ആ 5 രാശിക്കാർ ആരൊക്കെയാണ് എന്നറിയുന്നതിന് മുന്നേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കൂടി ഒന്ന് മനസ്സിലാക്കാം. അതായത് ഇന്ന് തൃതീയ തിഥിയാണ്. ഇന്ന് സൂര്യനും ചന്ദ്രനും ഉച്ച സ്ഥാനത്ത് നിൽക്കുന്നതായ അപൂർവങ്ങളിൽ അപൂർവ ദിവസം. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിന് ഇത്രയേറെ ശക്തി ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ലക്ഷ്മി ദേവിയെ പൂജിക്കുകയാണെങ്കിൽ, അതേപോലെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രമുണ്ടെങ്കിൽ അതിനു മുന്നിൽ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥനകളും മന്ത്രോച്ചാരണങ്ങളും നടത്തുകയാണെങ്കിലും കുടുംബത്തിൽ ഒരു വർഷക്കാലം നീണ്ട ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരുന്നതിന് സഹായകമാകും. കൂടാതെ കുബേരനെയും കൂടി അതോടൊപ്പം വന്ദിക്കേണ്ടതാണ്. ഇന്ന് തുടങ്ങുന്നതായ പുതിയ കാര്യങ്ങൾ, അത് ബിസിനസ് ആകട്ടെ, അല്ലെങ്കിൽ പുതിയ വിദ്യകളിലേക്ക് പ്രവേശനമാകട്ടെ, ഏതായാലും, അല്ലെങ്കിൽ ഒരു പുതിയൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതാകട്ടെ, ഏതും വളരെയേറെ നല്ല രീതിയിൽ ഒരു അഭിവൃദ്ധിയായിട്ട് തന്നെ വന്നു ചേരും. ഇനി നമുക്ക് 5 രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ്. ഇടവം രാശി വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് നിങ്ങളുടെ അധിപൻ, അതായത് ഇടവം രാശിയുടെ അധിപൻ തന്നെ ശുക്രനാണ്. ശുക്രൻ ലക്ഷ്മി ദേവിയുടെ ഗ്രഹം കൂടിയാണ്. അപ്പോൾ ഇത് ശുക്രന്റെ ശക്തി കൂടുതലായി നിങ്ങളിലേക്ക് ഒരു വർഷക്കാലം വന്നു ചേരുന്നതിന് ഇന്നേ ദിവസം തുടക്കമാവുകയാണ്. അപ്പോൾ ഇടവം രാശിക്കാരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്ഷമ ധാരാളമായി ഉള്ളവരാണ്. ക്ഷമയുള്ളതിനാൽ തന്നെ ഒരു കാര്യം തുടങ്ങുമ്പോൾ സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകണം എന്നൊക്കെയുള്ള വെപ്രാളമാണ്. പക്ഷെ ഇവർ അങ്ങനെയല്ല. അതായത് പതുക്കെ പോയാൽ മതി, എത്തേണ്ടിടത്ത് ദൈവം അവരെ കൊണ്ട് തന്നെ എത്തിക്കും, അതിൽ നിന്ന് ലാഭം കിട്ടുമെന്നൊരു വിശ്വാസത്തിൽ പോകുന്നതിനാൽ തന്നെ ഇവർ ഏതൊരു കാര്യം തുടങ്ങിയാലും അത് വിജയത്തിൽ, പൂർണ്ണ വിജയത്തിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. ആ പൂർണ്ണ വിജയം കാണാതെ അതിൽ നിന്ന് പിന്മാറുകയുമില്ല. അതും ഇവരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനുഗ്രഹം ഇന്നു മുതൽ ജീവിതത്തിൽ തുടങ്ങുകയാണ്. സാമ്പത്തികമായി ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതായത് സമ്പത്ത് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കും, പക്ഷേ പിന്നെ നീണ്ടുപോകും. കിട്ടുമെന്ന് വിചാരിച്ച് പല ധനവും കാത്തിരിക്കുകയാണ്. അങ്ങനെതായി കുടുങ്ങി കിടക്കുന്ന പണം ഏതെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടാതിരിക്കുന്നത്, അത് കടമാകാം, ഏതായാലും തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. കടബാധ്യതകൾ തീർക്കാനായിട്ട് നിങ്ങൾക്ക് വഴിതെളിഞ്ഞു കിട്ടും. വീട്, അല്ലെങ്കിൽ കുറച്ച് ഭൂമി, ഒരു വാഹനം എന്നിവയൊക്കെ വാങ്ങണമെന്ന ആഗ്രഹവുമായിട്ട് ഒരുപാട് നാളായി നടക്കുന്നവരാണെങ്കിൽ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. ഒരു ലളിതമായ പരിഹാരം കൂടി പറഞ്ഞു തരാം. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുൻപായിട്ട് വീടൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രമുണ്ടെങ്കിൽ അതിനു മുൻപിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. കൂടാതെ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുൻപിൽ ഒരു പാൽപായസം, കുറച്ച് പാല് കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈകൊണ്ട് പാൽപായസം വെച്ച് അമ്മയ്ക്ക് അത് നേദിക്കുകയാണെങ്കിൽ ഒരു വർഷക്കാലം നീണ്ട സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്നതിന് സഹായിക്കും. എന്നിട്ട് ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ 1 രൂപ നാണയം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ നാണയം കൊണ്ടുവന്ന് നിങ്ങളുടെ പണപ്പെട്ടിയിലോ അതല്ലെങ്കിൽ പേഴ്സിലോ സൂക്ഷിക്കുക. ധനവരവ് വർദ്ധിക്കുന്നതിന് ഇത് സഹായകമാകും. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശി. കന്നിരാശിക്കാര് കണക്കിൽ കൃത്യമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്, രാശിയാണ്. അതായത് ഇവരെ കണക്ക് കൊണ്ടൊന്നും ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഓരോ പണവും കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഒരു വ്യക്തമായ പ്ലാനിങ് ഉള്ളവർ കൂടിയാണ്. 1 രൂപ പോലും വെറുതെ കളയാറുമില്ല. അതുപോലെ ജോലി ചെയ്യുന്നതിൽ 100% ആത്മാർത്ഥതയുള്ളവർ കൂടിയാണ്. ആ ഒരു ആത്മാർത്ഥതയാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കുള്ള ഫലമാണ് ലക്ഷ്മി ദേവി അനുഗ്രഹമായിട്ട് തരാൻ പോകുന്നത്. ഇന്നേ ദിവസം മുതൽ ആ ഒരു നേട്ടം നിങ്ങൾക്ക് തുടങ്ങുകയാണ്. ജോലി സ്ഥലത്ത് മൂല്യം വർദ്ധിക്കും. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ ബോസ് കാണാതെ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു പ്രശസ്തി അംഗീകാരവും കിട്ടാതിരുന്നവരാണെങ്കിൽ പോലും ഇനി മുതൽ നിങ്ങൾക്ക് നേതൃത്വ നിരയിലേക്ക് വരാൻ സാധിക്കും. പുതിയ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഇന്നു മുതൽ തുടങ്ങുകയാണ്. പഴയ ലോണോ കടോ ഇതൊക്കെയുള്ള തീർക്കാനുള്ള വഴി നിങ്ങളുടെ മുന്നിൽ തെളിയും. ആരോഗ്യവും മെച്ചപ്പെടും. മനസ്സിന്റെ ഒരു ഭാരം കൂടിയൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ഇന്ന് തൊട്ടൊരു മാറ്റവും വന്നു ചേരും. നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ പരിഹാരം, വീട്ടിൽ തുളസി ഉണ്ടാവും. എല്ലാ വീടുകളിലും തുളസി ചെടി കാണും. ആ തുളസിയുടെ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുന്നേ തന്നെ ചെയ്യണം കേട്ടോ. 6 മണിക്ക് മുൻപായിട്ട് തുളസി നല്ല ഒരു അതായത് നല്ലതെന്നല്ല, തുളസി നോക്കിയിട്ട് ഒരു തുളസി ഇത് മതി. അതായത്
തുളസി എടുത്ത് ഒരു കെണ്ടിയിൽ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം അത് ലക്ഷ്മി ദേവിയുടെ അടുത്ത് ആ ജലം കൊണ്ടുവന്ന് സമർപ്പിക്കുക. അതിനുശേഷം ഒരു തുളസി ചെടിക്ക് ചുറ്റും 3 പ്രാവശ്യം ഒന്ന് വലതു വെക്കണം. വലതു വെച്ചതിന് ശേഷം ആ വെള്ളം തന്നെ തുളസിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നീണ്ട 1 വർഷം നിങ്ങൾക്ക് ഐശ്വര്യവും നേട്ടവും വന്നു ചേരും. തുളസിയെ വന്ദിക്കുക, അതായത് നമ്മളൊരു ദേവീ ചൈതന്യത്തെ വന്ദിക്കുന്നത് പോലെ തന്നെ തുളസിയെ വന്ദിക്കേണ്ടത് ആണ്. അതായത് ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, തുളസിയൊക്കെ നിലത്ത്, തുളസിയിലാവട്ടെ ക്ഷേത്രത്തിലാകട്ടെ നിലത്ത് വീണ് കിടന്നാൽ പോലും ചിലര് അതെടുത്ത് മാറ്റാറില്ല, ചവിട്ടിയൊക്കെ നടന്നു പോകാറുണ്ട്. നമ്മൾ വിചാരിക്കും അതിനൊന്നും ദോഷമൊന്നുമില്ല എന്ന്, പക്ഷേ അത് ദോഷമായിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിലാകട്ടെ അല്ലെങ്കിൽ എവിടെയാകട്ടെ പൂക്കള്, പ്രത്യേകിച്ച് പൂജയ്ക്ക് ശേഷം ലഭിക്കുന്നതായ പുഷ്പങ്ങളോ തുളസിയോ ഒന്നും നിലത്തിട്ട് ചവിട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതിവിടെ ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഓർമ്മയിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ തുളസിയെ നിങ്ങൾ വന്ദിക്കാനായിട്ട് ഇന്നത്തെ ദിവസം ഒന്ന് ശ്രമിക്കുക. അതായത് തുളസിയില വെള്ളത്തിലിട്ട് പൂജാമുറിയിൽ വെച്ചിട്ട് ആ തീർത്ഥമായിട്ട് കുടിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ തുളസി ചെടിക്ക് ഒരു 3 വലത് വെച്ചതിന് ശേഷം ആ ജലം തുളസി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുക. ഇനി അടുത്ത 3ാമത്തെ രാശി ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. അപ്പോൾ തുലാം രാശിക്കാർക്കും നിങ്ങളെ ഭരിക്കുന്നത് ശുക്രനാണ്. അപ്പോൾ ഇന്ന് ശുക്രൻ ഏറ്റവും ബലവാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഡിസൈനിങ് മേഖലയിലും കലാപരമായിട്ടൊക്കെ ഉള്ള സംസാര ചാതുര്യം വർദ്ധിക്കുന്ന മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയൊരു നേട്ടവും ഭാഗ്യവും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആരംഭമാകുന്ന ദിവസമാണ്. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഴക്കിന് പോകുന്ന കൂട്ടരല്ല. ശാന്തതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ, എന്തൊക്കെ പ്രശ്നം വന്നാലും ശാന്തത കൈവിടാത്തവരാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഗുണമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് വരുന്നത്. ഈ യൂട്യൂബ് മേഖലകളിലും അതേപോലെ സോഷ്യൽ മീഡിയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു സമയമാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്നവര്, ബ്യൂട്ടി പാർലർ നടത്തുന്ന അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല ഒരു കച്ചവടവും നേട്ടവും ഒക്കെ തുടങ്ങുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറി ഇനി വിവാഹം നടക്കാതെ കാത്തിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് വിവാഹം നടക്കാനുള്ള യോഗം കൂടി തെളിയുന്നുണ്ട്. വീട്ടിലേക്ക് പുതിയ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ അക്ഷയ തൃതീയ ദിവസം മുതൽ ആരംഭമായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ ഒരു പരിഹാരം പറഞ്ഞുതരാം. ഇന്ന് വൈകുന്നേരം പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഓം ശ്രീം മഹാലക്ഷ്മി നമഃ എന്ന് 108 ഉരു ജപിക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട. പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ ചമ്രം പണിഞ്ഞിരുന്ന് അതിനുശേഷം ഓം ശ്രീം മഹാലക്ഷ്മി നമഃ എന്ന് 108 ഉരു ജപിക്കുക. അടുത്തത് കുംഭം രാശിയാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ് വരുന്നത്. കുംഭ രാശിക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഓവർ ചിന്തയുള്ളവരാണ്. ഒരുപാട് ഇങ്ങ് ചിന്തിച്ചു കൂട്ടാറുണ്ട്. സ്വയമായി വഴിവെട്ടി വരുന്നവർ കൂടിയാണ് ഇവർ. അതായത് ഇവർ ആരുടെയും ഒരു പുറകിൽ, അതായത് നമ്മൾ പറയാറുണ്ട് അവന് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു അവരുടെ അച്ഛൻ, അതുകൊണ്ടായിരിക്കും അവൻ ഈ മേഖലയിൽ വന്നത്, അല്ലെങ്കിൽ അവൻ ഈ സമ്പാദ്യം വന്നതെന്ന്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്വന്തമായി വഴിവെട്ടി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മെച്ചമുണ്ടാവുകയുള്ളൂ. അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ് ഇവിടെ. നിങ്ങളുടെ ആഗ്രഹം ലക്ഷ്മി ദേവി കണ്ടിട്ടുണ്ട്. ഇന്നു മുതൽ നേട്ടവും ഭാഗ്യവും അനുഗ്രഹവും തുടങ്ങുന്ന സമയമാണ്. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഇന്നു മുതൽ അതിനുള്ളൊരു ഭാഗ്യമുണ്ടാകും. വിദേശത്ത് നിന്ന് ജോലി, പണം ഇതൊക്കെ വരാനുള്ള യോഗം തെളിയുന്നുണ്ട്. സുഹൃത്തുക്കൾ വഴിയും വലിയൊരു ഭാഗ്യവും നേട്ടവും ഒക്കെ വരും. ഒരു സന്തോഷ ഫോൺ കോൾ ഉടൻ തന്നെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യവും ഒക്കെ കാണുന്നുണ്ട്. ഓൺലൈൻ വഴിയൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, ടെക്നോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെയും നല്ല ഒരു സമയമാണ് അക്ഷയ തൃതീയ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സാധിക്കുകയാണെങ്കിൽ ശനിപീഡയൊക്കെ ഒന്ന് മാറുന്നതിന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. അതുവഴി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് സഹായിക്കും. പിന്നെ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന കുട്ടികൾ, ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും പഠനോപകരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാർക്ക്, മീനം രാശിയുടെ അധിപൻ വ്യാഴമാണ്. അപ്പോൾ വ്യാഴം ദേവന്മാരുടെ ഗുരുവാണല്ലോ. അപ്പോൾ മീനം രാശിക്കാരെന്ന് പറഞ്ഞാൽ ആരെയും ചതിക്കാത്ത ഒരു പ്രകൃതമാണ്. ശുദ്ധ മനസ്സുള്ളവരെന്ന് തന്നെ പറയാം. എപ്പോഴും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരുമാണ്. പക്ഷെ ചില സമയങ്ങളിൽ അല്പം അതായത് കുശുമ്പൊക്കെ തോന്നാറുണ്ടെങ്കിലും പൂർണ്ണമായിട്ടെന്ന് പറയാൻ പറ്റില്ല. അത് മനുഷ്യ സഹജമാണല്ലോ. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെയുള്ള മനസ്സ് നിങ്ങൾക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഈ അക്ഷയ തൃതീയ ദിവസം മുതൽ നിങ്ങൾക്കും വരികയാണ്. മനസ്സമാധാനമൊക്കെ ഉണ്ടായി ഉറക്കമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഉന്നതിയൊക്കെ കണ്ട് സന്തോഷിക്കുവാനുള്ള ഭാഗ്യവും ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം വൈകുന്നേരം ദേവീക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതാണ്.
അറിയാമല്ലോ, ഇന്ന് അക്ഷയ തൃതീയ ദിവസമാണ്. വീട്ടിലേക്ക് സ്വർണം വാങ്ങിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. സ്വർണം വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒരു പൊതി കല്ലുപ്പോ അല്ലെങ്കിൽ ഒരു പൊതി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നത് വലിയൊരു നേട്ടമായിട്ടും ഭാഗ്യമായിട്ടും മാറുന്നതാണ്. കൂടാതെ തന്നെ ഇന്നത്തെ ദിവസം പശുവിന് എന്തെങ്കിലും പുല്ലോ പഴമോ ഒക്കെ കൊടുക്കാൻ കഴിയുന്നതും നിങ്ങൾക്ക് വലിയ നേട്ടവും ഭാഗ്യവും തരുന്നതാണ്. അപ്പോൾ അക്ഷയ തൃതീയ ദിവസമായ ഇന്നു മുതൽ വലിയ മാറ്റം, അതായത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സമ്പത്തായിട്ട് ഇല്ലാത്തതാണ് ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നം. കയ്യിൽ ആവശ്യത്തിന് ധനം വന്നു ചേരുന്നില്ല. ധനം വന്നു ചേർന്നാൽ പിന്നെ എല്ലാം ആയോ എന്ന് ചോദിച്ചാൽ ആയില്ല. സമാധാനമാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാൽ ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങൾ കൂടി ചെയ്യുക. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ട ഒരു വർഷക്കാലം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവുമായിരിക്കും. ഏവർക്കും അക്ഷയ തൃതീയ ആശംസകൾ പറയുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.